വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും ഒരിക്കൽ കൂടി സ്നേഹവന്ദനം. जल्द से जल्दी आने वाला प्रभु यीशु मसीह के नाम में सभी प्रियजनों को प्रभु यीशु मसीह के नाम में प्रेम का वंदना। നമ്മുടെ ജീവിതത്തിൽ വീണ്ടും കർത്താവ് ഒരു ദിവസം കൂടി കൃപയാൽ നമുക്ക് ദാനമായി നൽകി. हमारे जीवन में प्रभु ने अनुग्रह से और एक दिन दान स्वरूप दिया है। നമുക്ക് ദൈവവചനം ഒരുമിച്ച് പഠിക്കുവാനും ആ വചനത്തിലൂടെ നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ട് ക്രിസ്ത്യാനികളായി തീരുവാനുള്ള ഒരു അവസരം ആണ് കർത്താവ് നൽകിയിരിക്കുന്നത്. हमारे जीवन में और एक बार फिर से वचन पढ़ने के लिए, वचन में ध्यान करने और उस वचन के द्वारा हमारा अंदरूनी मनुष्य बल प्राप्त करके मसीह में जी सके, इसके लिए प्रभु ने मौका दिया है। യഥാർത്ഥ വീണ്ടും ജനിച്ച ദൈവമക്കൾക്ക് എപ്പോഴും ദൈവവചനത്തിനോടുള്ള വിശപ്പും ദാഹവും ഉണ്ടായിരിക്കും. सच्चा नया जन्म पाया हुआ विश्वासी के जीवन में उनके लिए परमेश्वर के वचन के विषय में उनको भूख और प्यास बढ़ते रहेगा। മാത്രമല്ല കർത്താവ് വിളിക്കുന്നതും ദാഹിക്കുന്നവരുടെ ഇടയ്ക്ക് വരട്ടുന്ന അപ്പോൾ ദാഹം, എന്തിനു ദാഹം? കർത്താവിന് വേണ്ടിയുള്ള, ദൈവവചനത്തിന് വേണ്ടിയുള്ള, ദൈവഗീതം അറിയുന്നതിന് വേണ്ടിയുള്ള ദാഹം. तो उसके लिए प्रभु भी क्या कहा, हे प्यासे, हे भूख और प्यासे दबे हुए, हे प्यासे लोग तुम मेरे पास आओ करके प्रभु कहता है। तो प्यास मतलब क्या? प्रभु के वचन के विषय में जो प्यास है, जो कभी हमें आया है, वो वचन ही है जो बुझा सकता है। तो वो प्यास से हम जब आते हैं वो है अवस्था। ഇന്ന് പലരും ദൈവവചനത്തിന് വേണ്ടിയുള്ള വിശപ്പോട് വരുമ്പോൾ അവർക്ക് കിട്ടുന്ന ദൈവവചനമല്ല, മറ്റെന്തൊക്കെ കിട്ടുന്നു. लेकिन आज जब लोग उस भूख और प्यास से प्रभु का वचन से के विषय में जब आते समय में, वो लोग भूख आता तो भूख से है, लेकिन वचन को उद्देश्य से आते हैं, लेकिन मिलता कुछ और है। അപ്പോൾ നമുക്ക് ദൈവസന്നിധിയിലേക്കാണ് നമ്മൾ വരുന്നതെങ്കിൽ നമുക്ക് യഥാർത്ഥമായ ദൈവവചനം കിട്ടണം. लेकिन परमेश्वर को उपस्थिति में यदि हम सही रीति से आएंगे तो हम प्रभु हमें वचन सही रीति से देगा। നമുക്ക് ലഭിക്കുന്ന സമയം നമുക്ക് നഷ്ടമാകണ്ട. इसलिए समय जो मिला है हम उसको नष्ट न करते हुए നേരെ വചനത്തിലേക്ക് പോകാം. हम वचन में हम जाते हैं। കാരണം പൗലോസ്ലീഹ പോലും തിമോത്തിയോസിനോട് പറയുമ്പോഴത്തേക്കും ഒരു ശക്തമായ ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. 2 തിമോത്തി 4:1-5 വരെയുള്ള വാക്യങ്ങളിൽ. दूसरा तिमोथी 4:1-5 जब पढ़ते समय में वहाँ पर पौलुस तिमोथी को एक बहुत बड़ा चेतावनी देता है। ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് അവൻ്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്, വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാവർ സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേശകന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥകൾ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. परमेश्वर और मसीह यीशु को गवाह करके जो जीवितों और मरे हुओं पर न्याय करेगा और उसके प्रकट होने और राज्य की सुधि दिलाकर मैं तुझे आदेश देता हूँ कि तू वचन का प्रचार कर, समय और असमय तैयार रह, सब प्रकार की सहनशीलता और शिक्षा के साथ उलाहना दे और डांट और समझा, क्योंकि ऐसा समय आएगा जब लोग खरा उपदेश न सह सकेंगे, पर कानों की खुजली के कारण अपनी अभिलाषाओं के अनुसार अपने लिए बहुत से उपदेशक बटोर लेंगे और अपने कान सत्य से फेर कर कथा कहानियों पर लगाएंगे। पर तू सब बातों में सावधान रह, दुख उठा, सुसमाचार प्रचार का काम कर और अपनी सेवा को पूरा कर। ഇത് വളരെ ഇന്നത്തെ തലമുറയ്ക്കും വാസ്തവത്തിൽ ഇത് ചിന്തിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട, അത് നിവർത്തിക്കേണ്ട ഒരു കാര്യമാണ്. ये आज का पीढ़ी के विषय के लिए भी, उनको भी सोचने के लिए, उनको भी अनुभव में लाने के लिए, उनको भी ये विषय में चलने का एक अवस्था है। കാരണം തിമോത്തിയോസിനോട് പറയുമ്പോഴത്തേക്കും ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്താനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് അവൻ്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്. ആ പ്രയോഗങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യം എത്ര വലുതാണെന്ന് കാണാൻ കഴിയും. उसका वाक्य एक फिर से पढ़ेंगे। परमेश्वर और मसीह यीशु को गवाह करके जो जीवितों और मरे हुओं का न्याय करेगा और उसके प्रकट होते और राज्य की सुधि दिलाकर मैं तुझे आदेश देता हूँ। उनके नाम है, परमेश्वर और प्रभु यीशु मसीह के नाम पे आदेश देकर वो तिमोथी को तैयार कर रहा है। അവിടെ പറയുന്ന സാരെന്ന് പറഞ്ഞാല് പല നിലകളിലും ജനങ്ങൾ വഞ്ചിക്കപ്പെടാം, അതുകൊണ്ട് ഒരു കൽപ്പനാസ്ത്രത്തിലാണ് പൗലോസ് അവിടെ പറയുന്നത്. तो यहाँ पर तिमोथी को जब वो कहते समय में उनका उद्देश्य क्या है, क्योंकि लोग अभी भटकने का अवस्था में परिस्थिति में जा सकता है, इसलिए एक आज्ञा पूर्वक एक ऐसा ऑर्डर के समान, एक आज्ञा के समान वो दे रहा है कि उसमें वो मजबूत होकर वो कार्य करे। നീ എന്ത് ചെയ്യണം? तू क्या करना? നീ വചനം പ്രസംഗിക്കണം. तू वचन का प्रचार कर। എന്തെങ്കിലും പ്രസംഗിച്ചാൽ പോരാ, कुछ भी प्रचार करना ऐसा नहीं। നമ്മൾ ദൈവത്തിന്റെ സത്യവചനത്തെ പ്രസംഗിക്കണം. हम लोग परमेश्वर का वचन का सत्य वचन को प्रचार करना है। അതിനുവേണ്ടി ഏത് സമയം നീ ഒരുക്കമുള്ളവനായിരിക്കണം. इसके लिए हर समय में तू तैयार रहना है। വളരെ എത്ര നല്ല ആവേശം വരുന്ന ഒരു പ്രബോധനമാണ് അവിടെ നൽകുന്നത്. कितना उत्तेजना से भरने वाला अवस्था का वो एक प्रबोधन है उसको दे रहा है.
കാരണം അന്തിമ സമയത്ത് ജനങ്ങൾ പഥ്യോപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, ദൈവവചനത്തിലെ ഉപദേശങ്ങൾക്ക് പഥ്യമുണ്ട്. അത് നമ്മൾ വളരെ ഗൗരവമായി സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. तो क्योंकि एक ऐसा समय आएगा जब लोग क्या करेंगे, जो खरा उपदेश है उसको लोग छोड़ देगा. तो मतलब क्या उपदेश में खरापन का अवस्था है, वो खरापन का अवस्था जो सिद्ध और सच्चा का वचन है वो लोगों को छोड़ देंगे. ഇന്ന് ജനത്തിന് സത്യം വേണ്ട. അവർക്ക് എങ്ങനെയെങ്കിലും കഥകാഹാനിയാണെങ്കിലും ഒരു ടൈം പാസ് ചെയ്താൽ മതി, ഒന്ന് സന്തോഷിച്ച് പോകണം എന്നല്ലാണ്ട് വേറെ ഒന്നും അവർക്ക് ഉദ്ദേശമില്ല. क्योंकि आज लोगों को खरा वचन या सच्चा उपदेश उनको सुनने में कोई दिलचस्पी नहीं है. बस उनका कानों को चुभाने वाला कोई कहानी हो, कोई कथा हो, ऐसा कोई मनोरंजन का बात हो तो जिससे उनको प्राण को खुशी मिले, ये सब बातों में उनको दिलचस्पी है. നമ്മൾ ഇന്ന് കേൾക്കുന്ന വചനം സത്യവചനമാണോ? क्या आज हम लोग सुनने वाला वचन सत्य वचन है क्या? നമ്മൾ വളരെ ഗൗരവമായിട്ട് തന്നെ മനസ്സിലാക്കണം. इसलिए हमें गंभीर रीति से ये बात को समझना है. അതേ 2 തിമോത്തി 2:15 വായിക്കുന്നു, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നതായി നിൽപ്പാൻ ശ്രമിക്കുക. उसके दूसरा तिमोथी उसका 2:15 में वहां पर पौलुस कहता है, दूसरा तिमोथी 2:15, अपने आप को परमेश्वर का ग्रहण योग्य और ऐसा काम करने वाला ठहराने का प्रयत्न कर, जो लज्जित होने न पाए और जो सत्य के वचन को ठीक रीति से काम में लाता हो. അപ്പോൾ ദൈവത്തിന്റെ സത്യവചനത്തെ അതിന്റെ ശരിയായ നിലയിൽ വിഭാജിച്ച് ദൈവത്തിന് കൊടുത്തുകൊണ്ട് അവരെ കർത്താവിൽ വളർത്തുവാനായിട്ട് നീ ശ്രമിക്കണം. तो इसके लिए परमेश्वर के लोगों को जब वो लोग वचन सुनते समय में हमारा काम क्या है कि तिमोथी की तू लोगों को सत्य वचन खरा उपदेश जो है वो सही रीति से उसको विभाजन करके उसका अर्थ क्या है सही रीति से जानकर वो सत्य वचन को तू बांटना. ഇന്ന് ദൈവവചനത്തിന്റെ അറിവില്ലായ്മയിലൂടെ എത്രയോ ജനങ്ങൾ വഞ്ചിക്കപ്പെടുന്നു. आज परमेश्वर के वचन का अज्ञानता की वजह से कितने लोग भटक रहे हैं. കാരണം തെറ്റായി ഉപദേശിക്കുന്ന അനേക ദുരുപദേശങ്ങളിൽ ആരും പെട്ടുപോകാം. क्योंकि जो गलत रीति का उपदेश में कोई भी गिर सकता है. കാരണം അങ്ങനെയുള്ള ദുരുപദേശങ്ങളിൽ ഒരു നല്ല കാലഘട്ടം എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ വഞ്ചിക്കപ്പെട്ടു പോയതാ. क्योंकि मेरे जीवन में अगर देखा जाए तो इस दुरुपदेश के पीछे मेरा समय का काफी समय मैं उसमें भटक गया था. വിശ്വാസത്തിൽ വന്ന ശേഷവും അങ്ങനെയുള്ള ദുരുപദേശങ്ങളെയാണ് കേട്ടുകൊണ്ടിരുന്നത്. അത് ശരിയാണെന്ന് ധരിച്ചുപോയി. എന്നാൽ ഈ ദൈവവചനത്തിന്റെ യഥാർത്ഥമായ പ്രകാശനമാണ് പ്രിയമുള്ളവരെ ഈ സത്യത്തിൽ വളരുവാൻ ഇടയാക്കിയത്. तो मेरा उद्धार के शुरुआत के समय में मैं गलत वचन सुनने के और उपदेश सुनने की वजह से मैं उसमें बहक गया था, भटक गया था. लेकिन जब प्रभु का वचन का प्रकटीकरण जब मुझे मिला, उसका वचन का प्रकाश जब मुझे मिला, प्रभु ने मुझे दया दिखाया और मैं उससे बाहर निकला. നമ്മൾ ദൈവത്തിന്റെ സത്യവചനത്തെ ഉൾക്കൊള്ളുവാൻ എപ്പോഴും മനസ്സുള്ളവരായിരിക്കണം. क्योंकि इसके लिए हमें परमेश्वर का जो सच्चा वचन है वो सच्चा वचन को स्वीकारने का मन अवस्था हमेशा रहना चाहिए. നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ യഥാർത്ഥത്തിൽ സത്യമാണോ, ഇത് കർത്താവിൽ നിന്ന് തന്നെയുള്ളതാണോ, അത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതാണോ, നമുക്ക് നിത്യതയ്ക്ക് വേണ്ടി പ്രയോജനമുള്ളതാണോ, ഇത് നമ്മൾ തിരിച്ചറിയണം. तो इसके लिए हम जो वचन सुनते समय में वो सच्चा वचन है क्या, वो मेरा आत्मिक उन्नति देता है क्या, अनंतता के लिए वो लाभ है क्या, ये सब बातों को हमें सही रीति से जांच कर परख कर हमें वचन को स्वीकारना है. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം നമ്മൾ എഫേസോസ് സഭയെ കുറിച്ച് പറയുമ്പോൾ हम लोग प्रकटीकरण का पुस्तक में वहां पर एफेसस कलीसिया को जब प्रभु कहता है 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിന്റെ അവസാനം, അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടു. हाँ, तो उधर प्रेरित उसका रेवलेशन का पुस्तक उसका 2रा अध्याय का 2रा वाक्य में उसका आखिरी भाग में देखो, जो झूठा प्रेरित लोग है वहां से पढ़ना. और तुम लोगों ने जांचा, हाँ पढ़ा, जो अपने आप को प्रेरित कहते हैं और है नहीं, उन्हें तूने परख कर झूठा पाया. हाँ देखो. അപ്പോൾ നമ്മുടെ അടുക്കൽ ആര് വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? വാസ്തവത്തിൽ അവരെ ദൈവത്താൽ ഐക്യപ്പെട്ടവരാണോ, അവർ യഥാർത്ഥത്തിൽ അവർ പറയുന്ന പോലെ അത് സത്യമാണോ എന്ന് നമ്മൾ വചനാനുസരണം പരിശോധിക്കണം. इसके लिए जब हमारे बीच में कब कोई वचन लेकर आते समय में वो परमेश्वर की ओर से आया है क्या, आत्मा के अनुसार है क्या, वचन के आधार पर है क्या बात कर रहे हैं कि नहीं, ये सब बातों को जांचना है हमें. ഇന്നും നമുക്കറിയാം, ഇന്നും ഈ തലമുറയിലും ഞങ്ങൾ അപ്പോസ്തലന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുണ്ട്. आज भी इस पीढ़ी में अभी के समय में भी बहुत से लोग इस तरह बोलते हैं कि हम लोग प्रेरित है करेंगे. അങ്ങനെയുള്ള ആൾക്കാർ ഇന്നുണ്ടോ? क्या इस तरह का लोग अभी भी है क्या? നമ്മുടെ ദൈവവചനം പഠിക്കപ്പെടാൻ പറയുമ്പോൾ ഇതാ ഈ വചനം പഠിക്കണമെന്ന് പറയാൻ കാരണം इसलिए हमें प्रभु वचन का सही रीति से मनन करना जरूरी है कि आज प्रेरित करके वो पदवी है क्या? ഇന്ന് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഉണ്ടോ? क्या आज प्रेरित और भविष्यवक्ताएं है क्या? ഇന്ന് ഞാൻ പ്രവാചകനാണ്, ഞാൻ അപ്പോസ്തലനാണെന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ പേരെയാണ് ഇന്ന് ജനങ്ങൾ വഞ്ചിക്കുന്നത്. आज मैं प्रेरित हूँ, मैं भविष्यवक्ता हूँ करके बोलकर लोगों को धोखा देने वाले लोग, कितना भरमाने वाले लोग निकले हैं. അപ്പോസ്തലനാണെങ്കിൽ നമ്മൾ
1 കൊരിന്ത്യർ 9:1 വായിക്കുന്നത്. पहला कोरिन्थी 9:1 में अगर प्रेरित है तो उसका लक्षण क्या है करके हम देखते हैं। നമുക്കറിയാം പൗലോസ്ലീഹായുടെ അപ്പോസ്തലത്വത്തെ കൊരിന്ത് സഭ അംഗീകരിച്ചിരുന്നില്ല. क्योंकि हम कोरिन्थ कलीसिया ने क्या किया था, पौलोस का प्रेरिताई का जो अधिकार है वो लोग ने नहीं स्वीकारा था। അതുകൊണ്ട് പൗലോസ്ലീഹ അവരോട് പറയാണ്, इसलिए वहां पर प्रेरित उनसे पौलोस उनसे कहता है, ഞാൻ സ്വതന്ത്രനല്ലയോ, क्या मैं स्वतंत्र नहीं, ഞാൻ അപ്പോസ്തലനല്ലയോ, क्या मैं अपोस्तल नहीं, प्रेरित नहीं, നമ്മുടെ കർത്താവായ യേശുവിനെ ഞാൻ കണ്ടിട്ടില്ലയോ, क्या मैं यीशु मसीह प्रभु को मैं देखा नहीं, क्या കർത്താവിൽ ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിങ്ങളല്ലയോ, क्या मेरे प्रभु में जो तुम कार्य किया उसका फल तुम नहीं हो क्या। അപ്പോൾ ഒരു അപ്പോസ്തലൻ നിശ്ചയമായും ദൈവത്തെ കണ്ടവൻ അല്ലെങ്കിൽ കർത്താവിനെ കണ്ടവനായിരിക്കണം. तो सबसे पहली बात, प्रेरित वो व्यक्ति होना चाहिए जो यीशु को अपने शारीरिक आंखों से देखा होना चाहिए। അങ്ങനെ അല്ലാത്തവർക്ക് അപ്പോസ്തലൻ എന്ന് പറയാൻ കഴിയില്ല. मतलब ऐसा जो उसने नहीं देखा है वो प्रेरित है करके बोल नहीं सकते। അപ്പോൾ ഇന്ന് ആരാണ് കർത്താവിനെ കണ്ടിട്ടുള്ളത്? आज यीशु को किसने अपने शारीरिक आंखों से देखा है। ചിലർ പറയാറുണ്ട് ഞങ്ങൾ കർത്താവിനെ കണ്ടെന്നൊക്കെ. कुछ लोग बोलते हैं झूठ की हम लोग ने देखा है प्रभु। പ്രിയമുള്ളവരെ, അതൊക്കെ വളരെ വ്യക്തമായും കപടതയാണ്. അതിനകത്ത് യാതൊരു സത്യവുമില്ല. ये प्रियो, ऐसा बोलने वाले लोग एकदम झूठ है और एक कपटी स्वभाव के लोग हैं। കർത്താവ് ഇങ്ങനെ ഇന്ന് ആർക്കും വെളിപ്പെടുന്നില്ല. क्योंकि प्रभु आज उस रीति से जैसा उन दिनों में जैसा था वैसा आज किसी को शारीरिक रूप में प्रकट होकर विकसित होकर नहीं आता। നമ്മൾ വളരെ ശ്രദ്ധിക്കുക. हमें ध्यान से समझना। മാത്രമല്ല, केवल वही नहीं, ഒരുവൻ അപ്പോസ്തലനാണെങ്കിൽ एक प्रेरित है तो തിരുവചനം വളരെ വ്യക്തമായിട്ടും അവരുടെ അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. उसमें परमेश्वर वचन में एक प्रेरित का लक्षण क्या है, उनका चिन्ह क्या है बताया है। അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ 2 കൊരിന്ത്യർ 12:12 വായിക്കുമ്പോൾ दूसरा कोरिन्थी 12:12 में जब हम पढ़ते हैं, അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുതയിലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വന്നുവല്ലോ. पढ़ेंगे दूसरा कोरिन्थी 12:12। प्रेरित के लक्षण भी तुम्हारे बीच सब प्रकार के धीरज सहित चिन्हों और अद्भुत कामों और सामर्थ के कामों से दिखाए गए। അപ്പോൾ ഒരുവൻ അപ്പോസ്തലനാണെന്ന് പറയുമ്പോൾ और अगर कोई प्रेरित है करके कहेगा तो ആ വ്യക്തിയിൽ എന്തെല്ലാം 3 കാര്യങ്ങൾ നടക്കണം. वहां पर 3 बातें होना चाहिए। അവരിലൂടെ അടയാളങ്ങൾ നടക്കണം, उसमें द्वारा चिन्ह होना है, അത്ഭുതങ്ങൾ നടക്കണം, अद्भुत कार्य आश्चर्य कर्म होना है വീര്യപ്രവൃത്തികൾ और നടക്കണം. वीर्य कार्य होना है। ഈ 3 കൂട്ടം കാര്യങ്ങൾ അവരോട് നടക്കണം. ये 3 बातें उनमें होना है। അങ്ങനെയുള്ള ആരെങ്കിലും ഈ തലമുറയിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുമോ? ऐसे इस तरह का कोई भी लोगों को हमारे पीढ़ी में समय में दिख सकता है क्या? അപ്പോൾ നമ്മൾ ഈ കാലയളവിൽ എത്രമാത്രം സൂക്ഷിക്കണം. इसलिए इस समयों में हमें कितना अपने आप को संभालना है। നമ്മൾ എത്തിയിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിയണം. हम जो पहुंचा हुआ ये समय में हमें परखना है, जांचना है। കർത്താവ് ലോകത്തിലായിരുന്നപ്പോൾ തന്നെ जब प्रभु स्वयं इस दुनिया में था, കർത്താവ് പറഞ്ഞ ഒരു കാര്യം ഞങ്ങൾ ഓർപ്പിക്കട്ടെ. प्रभु ने एक बात कहा था, മത്തായി 7:15, मत्ती 7:15, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ, അവർ ആടുകളുടെ വേഷം കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. पढ़ेंगे मत्ती 7:15। झूठे भविष्यवक्ताओं से सावधान रहो, जो भेड़ों के भेष में तुम्हारे पास आते हैं, परंतु अंतर में वे फाड़ने वाले भेड़िए हैं। അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ വേഷം കണ്ടിട്ട് തെറ്റിപ്പോരുത്. हम लोग कभी भी उनका बाहरी रूप को देखकर धोखा ना खाए। Praise the Lord. ശത്രു നമ്മളെ വഞ്ചിക്കുവാൻ പല രീതിയിൽ പല രൂപത്തിൽ വരാം. क्योंकि शत्रु क्या करेगा, हमें धोखा देने के लिए बहुत अलग अलग तरीकों से अलग अलग रूप से वो आएगा। അതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയവും. आज भी हमारा चिंता करने का विषय, हमारा विषय भी वही है। ഞാൻ അതിലേക്കാണ് വരാൻ പോകുന്നത്. उसी में मैं जा रहा हूँ। അപ്പോൾ നമ്മുടെ ആത്മീയമായ, നമുക്കറിയാം നമ്മുടെ ശത്രുക്കൾ 3 ആണെന്ന് നമ്മൾ പഠിച്ചു. हमने देखा हमारा शत्रु 3 शत्रु है करके हमने देखा था। എന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? क्या क्या है आपको याद है? ലോകം, ജഡം, പിശാച്. संसार, पाप में शरीर और शैतान। അപ്പോൾ നമുക്ക് നമ്മുടെ ലോകത്തെ കുറിച്ചും ജഡത്തെ കുറിച്ചും നമ്മൾ ചിന്തിച്ചു. और हमने संसार के विषय में और ये शरीर के विषय में कल हमने देखा था। അപ്പോൾ ഈ ജഡം എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള നമ്മൾ അർത്ഥം ഒന്ന് മനസ്സിലാക്കണം. तो इसके लिए ये शरीर जो कि पाप में शरीर का जो स्वभाव वो प्रकृति है वो क्या है हमें समझना है। ഈ മനുഷ്യൻ ജഡമാണെന്ന് പറയാൻ കാരണം, मनुष्य तू एक शरीर है करके बोलने का कारण क्या है? അല്ലെ? നമുക്കറിയാം, നമ്മൾ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ മനുഷ്യനെ നോക്കിയിട്ട് ദൈവം പറയുന്ന ഒരു വാക്യമുണ്ട്, ഒരു കാര്യമുണ്ട്. उत्पत्ति का पुस्तक 6:3 में जब प्रभु मनुष्य को देखकर प्रभु एक बात कहता है, അവൻ ജഡം തന്നെയല്ലോ. 6:3 में वो आपको कहता है तू केवल शरीर है। അപ്പോൾ അവൻ ജഡം തന്നെയല്ലോ എന്ന് വായിക്കുന്നു. उसका बीच का भाग में देखो, पढ़ेंगे 6:3। मनुष्य भी शरीर ही है। मनुष्य तू बस एक शरीर ही है। അപ്പോൾ അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, വീണ്ടും ജനിക്കാത്ത ഏതൊരു വ്യക്തിയെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവൻ വെറും ജഡമാണ്. हाँ, तो यानी कि क्या, नया जन्म जिसने प्राप्त नहीं किया है उसके अंदर, सबके अंदर ये अवस्था को, ये जो प्रकृति को, यानी कि वो केवल एक शरीर है। അപ്പോൾ അവൻ
അതിൽ ദേഹിയുടെയും ശരീരത്തിന്റെയും സ്വഭാവം മാത്രമേ ഉൾക്കൊള്ളുന്നുള്ളൂ. उसके अंदर वो प्राण का स्वभाव और ये शारीरिक स्वभाव ही है. അതുകൊണ്ടാണ് അവനെ ജഡമെന്ന് വിളിക്കാൻ കാരണം. इसके लिए तू एक शारीरिक व्यक्ति या इस शरीर तू सिर्फ एक शरीर है करके कहता है, കാരണം അവൻ വീണ്ടും ജനിച്ചവനല്ല. क्योंकि वो नया जन्म नहीं पाया है. നമ്മൾ ഇന്ന് ആത്മീയമായ കാര്യങ്ങളെ നമ്മൾ പറയുമ്പോഴത്തേക്കും ഈ ജഡീകരായിരിക്കുന്ന വ്യക്തികൾക്ക് അത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലല്ലോ. इसलिए जब हम आत्मिक बातें जब बोलते समय में शारीरिक लोगों को वो बात स्वीकारने को बहुत मुश्किल होता है. നമ്മൾ വായിക്കുന്നുണ്ട് 1 കൊരിന്ത്യർ 2:14. हम लोग 1 कोरिन्थी 2:14 में जब हम पढ़ते हैं, എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ദോഷത്വമാകുന്നു. ആത്മീയമായി വിവേചിക്കേണ്ടതാകിയാൽ അതവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. पढ़ेंगे. परंतु शारीरिक मनुष्य परमेश्वर के आत्मा की बातें ग्रहण नहीं करता, क्योंकि वे उसकी दृष्टि में मूर्खता की बातें हैं और न वह उन्हें जान सकता है, क्योंकि उसकी जांच आत्मिक रीति से होती है. അപ്പോൾ ഒരു വീണ്ടും ജനിക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അവൻ ഈ ലോകപ്രകാരം എത്ര ഡിഗ്രി ഉള്ളവനാണെങ്കിലും അവൻ ഒരിക്കലും ആത്മീയ കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയില്ല. तो एक संसार का आदमी जिसने नया जन्म पाया नहीं है, उसको संसार में कितना भी बड़ा काबिलियत हो, योग्यता हो, डिग्री हो, विद्या हो, कुछ भी होने दो, लेकिन आत्मिक बातें जब उसको बोलेगा वो बात उसे ग्रहण करने नहीं हो पाएगा. ഇത് നമ്മളറിയാം, നമ്മൾ ഇന്ന് ലോകത്തിൽ നമ്മൾ പോകുമ്പോൾ അനേക വലിയ പഠിത്തമുള്ള വളരെ ഡിഗ്രികളുള്ള വളരെ ഉന്നതരായിരിക്കുന്ന ആൾക്കാരോട് നമ്മളിത് പറയുമ്പോൾ അവർക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല. क्योंकि हम गवाह खुद है. हम जब संसार में जाते हैं और सुसमाचार बांटते समय में इस दुनिया के बुद्धिमान लोगों को, जो बहुत ज्यादा डिग्री सर्टिफिकेट उनके पास है, जिन्होंने ज्यादा पढ़ाई किया, शिक्षण ज्यादा है, उन लोगों को जब ये प्रभु का वचन का आत्मिक बातें बोलते हैं तो लोगों को समझ में नहीं आता. എന്തുകൊണ്ടാണ്? क्यों ऐसा? കാരണം അവരിൽ ദൈവത്തിന്റെ ആത്മാവില്ല. क्योंकि उनके अंदर प्रभु का आत्मा ही नहीं है. അങ്ങനെ ദൈവത്തിന്റെ ആത്മാവിൽ വീണ്ടും ജനിക്കാത്ത ഒരുവനെ സംബന്ധിച്ചോളം അവന് ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. तो उस तरह जो जिसके साथ प्रभु के आत्मा के साथ का कोई रिश्ता नहीं है, उसके साथ प्रभु के साथ भी कोई रिश्ता नहीं है. ഞാൻ സ്നേഹിക്കുന്ന അനേകരുണ്ട്. അവര് നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്, നല്ല ജോലിയുള്ളവരാണ്. പക്ഷെ ആത്മീയ കാര്യം പറയുമ്പോൾ ഉടനെ തന്നെ അവരുടെ സ്വഭാവം മാറും. അവരുടനെ തന്നെ കോപിഷ്ഠരായി മാറും. അവർക്ക് അത് കേൾക്കുന്നത് തന്നെ വെറുപ്പാണ്. मैं गवाही देना चाहता हूँ कि मेरे बहुत से दोस्त लोग हैं जो मेरे बहुत प्रिय है, अच्छे मित्र है, लेकिन और वो लोग विद्या, उन लोग के पास बहुत अच्छा सर्टिफिकेट, डिग्री, वो लोग बड़े लोग हैं विद्या के शिक्षण के विषय में देखा जाए तो, लेकिन जब भी मैं उनको प्रभु के बारे में या आत्मिक बातें बोलता हूँ तो उनका स्वभाव एकदम बदल जाता है. वो लोग एकदम गुस्सेल होकर वो लोग वहां से हट जाने का अवस्थे में वो लोग हो जाते हैं. ആത്മീയ കാര്യങ്ങൾ, സുവിശേഷ സംബന്ധമായ കാര്യങ്ങൾ, കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വിഷയം എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇങ്ങനെയുള്ള നല്ല വിദ്യാഭ്യാസമുള്ള, നല്ല സ്വഭാവ ഗുണമുള്ള അവരെ നോക്കിക്കഴിഞ്ഞാൽ അവർ വളരെ മാന്യന്മാരാണ്. അവർ വളരെ ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അനേക രക്ഷിക്കപ്പെട്ട ദൈവമക്കളെക്കാളും നല്ല സ്വഭാവ ഗുണമുള്ളവര് വചനം പറയുമ്പോൾ അവരുടെ ഭാവം മാറുന്നു, അവരുടെ രൂപം മാറുന്നു, അവര് അത് വളരെ എതിർക്കുന്നു. तो इसके लिए जब वचन बोलते समय में, सुसमाचार बोलते समय में, प्रभु यीशु मसीह का गवाही बोलते समय में उनका अवस्था देखो कैसा बदल जाता है. देखो उनका स्वभाव देखो, वो लोग स्वाभाविक रीति से देखा जाए तो बहुत अच्छे लोग हैं, बहुत अच्छे गुण के हैं, उनके पास बहुत डिग्री, सर्टिफिकेट, इज्जत है, उनकी शोहरत है. उन लोग का उन लोग का स्वभाव देखा जाए तो एकदम इज्जत से और नम्रता से वो लोग स्वभाव दिखाएंगे. यहाँ तक कि बहुत से विश्वासियों से भी अच्छा गुण और स्वभाव में चलने वाले, दिखाने वाले ये लोग हैं. लेकिन जब भी प्रभु का वचन बोलेगा तो वो लोग एकदम गुस्से होकर उसका विरोध होकर बलवा करते हैं. കാരണം ഒരു രീതിയിൽ പറഞ്ഞാൽ അവർ വളരെ നല്ല മതഭക്തന്മാരാണ്. तो एक तरफ से देखा जाए तो वो लोग बहुत अच्छा धर्म के भक्त हैं. അവര് ഞായറാഴ്ച പള്ളിയിൽ പോകും. वो लोग संडे को वो लोग चर्च कलीसिया में जाते हैं. വിശേഷ ദിവസങ്ങളിലൊക്കെ അവർ പള്ളിയിൽ പോകും. और उनका जो कैथलिक लोग का खास विशेष दिन रहते हैं वो सब में वो लोग समय समय पर उनका कलीसिया में जाते हैं. അവര് കൊടുക്കേണ്ടതായിരിക്കുന്ന ദാനങ്ങളും പിന്നെ നല്ല സോഷ്യൽ വർക്ക് എല്ലാം നല്ലോണം ചെയ്യും. और वो लोग दान के विषय में सब प्रकार का दान देते हैं. जो भी समाज सेवा का बात होगा वो सब समाज सेवा करते हैं. അവര് മറ്റുള്ള മുമ്പിൽ നല്ല ആൾക്കാരാണ്. वो लोग दूसरों के सामने बहुत ही इज्जतदार लोग हैं. എന്നാൽ വചനം പറയുമ്പോൾ, लेकिन जब वचन बोलते समय में അയ്യോ അവരുടെ ഭാവവും രൂപമൊക്കെ കാണണം. उनका असली स्वभाव देखना. फिर അവിടെ അവരുടെ ദൈവമക്കളെ നമുക്ക് ലഭിച്ച കൃപയുടെ മഹത്വം മനസ്സിലാക്കില്ല. यहाँ पर है प्रभु की ओर से हमें मिला हुआ अनुग्रह का वो उन्नति का श्रेष्ठ बात हमें समझना है. നമ്മൾക്ക് ആരെങ്കിലും വചനം പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് സന്തോഷം. क्योंकि हमें अगर कोई आके वचन बोले तो हमें कितना आनंद मिलता है प्रियो. എന്നാൽ ഈ വചനം ഈ വീണ്ടും ജനിക്കാത്തവര്, लेकिन जिसका नया जन्म नहीं हुआ है അവര് പ്രാകൃതന്മാരാണ്. वो लोग स्वाभाविक है. അവരെയാണ് പറഞ്ഞിരിക്കുന്നത് ജഡം. അവരാ ജഡത്തെ അനുസരിച്ചാണ്, അവരുടെ ഇഷ്ടത്തെ അനുസരിച്ചാണ്, പ്രാണനനുസരിച്ചാണ് ജീവിക്കുന്നത്. तो वो लोग क्या है, ये शारीरिक
शारीरिक लोग हैं, उन लोग का शारीरिक स्वभाव से जीने वाला, अपने प्राण के अभिलाषों को पूरा करके जीने वाले लोग हैं। അവർ ആത്മീയ കാര്യം പറയുമ്പോൾ ഉടനെ അവർ എതിർക്കും. उन लोग को जब आत्मिक बातें बोले तो तुरंत वो लोग फूट पड़कर विरुद्ध हो जाते അവരെ हैं। കുറിച്ചാണ് നമ്മൾ യൂദായുടെ ലേഖനം അതിന്റെ 18-19 വാക്യത്തിൽ വായിക്കുന്നത്. उन्हीं के विषय में यूदा का पुस्तक में उसका 18 और 19 में भी हम पढ़ते हैं। അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും എന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. അവർ ഭിന്നതയുണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ. पढ़ेंगे। पिछले दिनों में ऐसे ठट्टा करने वाले होंगे जो अपनी अभक्ति की अभिलाषाओं के अनुसार चलेंगे। ये वे हैं जो फूट डालते हैं, ये शारीरिक लोग हैं जिनमें आत्मा नहीं। അപ്പോൾ അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവർ ഭിന്നതയുണ്ടാക്കുന്നവരാണ്, പ്രാകൃതന്മാരാണ്, ആത്മാവില്ലാത്തവരാണ്. वो लोग शारीरिक है, फूट लाते हैं और बिना आत्मा के हैं। അപ്പോൾ ദൈവത്തിന്റെ ആത്മാവില്ലാതെ ഒരിക്കലും നമുക്ക് ആത്മീയമായ കാര്യങ്ങളെ അത് കൈക്കൊള്ളാൻ കഴിയില്ല. तो जब तक प्रभु का आत्मा मिलेगा नहीं, तब तक हमें आत्मिक बात हमें ग्रहण करने नहीं हो पाएगा। വേണ്ടി ജനിച്ച ദൈവമക്കളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. मैं नया जन्म प्राप्त किए हुए सभी पवित्र जनों को मैं धन्यवाद देता हूँ प्रभु को, നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ കർത്താവ് കൃപ നൽകിയല്ലോ. क्योंकि आप लोगों को ये बात समझने के लिए प्रभु अनुग्रह दिया है। ഇന്ന് കർത്താവിന് വേണ്ടിയുള്ള വിശപ്പും ദാഹവും, വചനത്തിന് വേണ്ടിയുള്ള വിശപ്പും ദാഹവും കർത്താവ് നിങ്ങൾക്ക് നൽകിയതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. आज वचन की और आप लोगों को भूख और प्यास जो प्रभु दे रहा है, उस बात को देखकर मैं प्रभु को बहुत धन्यवाद देता हूँ। അപ്പോൾ നമ്മുടെ യഥാർത്ഥമായ ആത്മീയ മുന്നേറ്റത്തിന്, നമ്മുടെ പ്രാണന്റെ രക്ഷയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് ലോകവും ജഡവും പിശാചുമാണ്. इसके लिए आज हमें प्राण का, हमारा आत्मिक उन्नति के विषय में, बढ़ोतरी के, आत्मिक बातों का बढ़ोतरी के विषय में जो रुकावट जो हम देखते हैं, वो संसार है, वो शरीर है और शैतान है। അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ലോകം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ പുറമേ നിന്നുള്ള ശത്രുവാണ്. हम देखते हैं संसार जो है वो बाहर का शत्रु है, ജഡം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ശത്രുവാണ്. और पापमय शरीर जो है वो हमारे अंदर का स्वाभाविक अवस्था को दिखाता है। എന്നാൽ പിശാച് എന്നുള്ളത് നരകത്തിൽ നിന്നുള്ള ശത്രുവാണ്. और शैतान जब बोलते समय में वो नरक से आया हुआ शत्रु है। ശ്രദ്ധിക്കുക. ध्यान से समझना। അപ്പോൾ നമുക്കറിയാം, നമ്മള് തിരുവചനത്തിൽ പിശാചിനോടുള്ള ബന്ധത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. हमें प्रभु का वचन में जब हम पढ़ते समय में शैतान के बारे में बहुत से बातें बोला गया है। അവൻ എപ്പോഴും വളരെ തന്ത്രങ്ങളിലൂടെ പ്രവർത്തിക്കുന്നു. वो एकदम चतुराई और तंत्र पूर्वक कार्य करता है। നമ്മള് 2 കൊരിന്ത്യർ 2:11 വായിക്കുന്നത്, दूसरा कोरिन्थी 2:11 में हम पढ़ते हैं, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, शैतान हमको ना हराए, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. पढ़ेंगे दूसरा कोरिन्थी 2:11। शैतान का हम पर दाव न चले, हाँ। क्योंकि हम उसकी युक्तियों से अनजान नहीं। हाँ, उसको युक्तियों से अनजान नहीं, ഇവിടെ അവൻ വളരെ തന്ത്രപരമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. क्योंकि वो बहुत युक्ति से और तंत्र पूर्वक कार्य करता है। നമ്മുടെ ജീവിതത്തിൽ അവൻ ഒരിക്കലും അവസരം നൽകാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം. इसके लिए हमारे जीवन में ऐसा कोई भी मौका हम शैतान को ना दे। അതുകൊണ്ടാണ് എഫേസ്യർ 4:27 വായിക്കുന്നുണ്ട്, इसलिए एफेसियों 4:27 में कहता है, പിശാചിന് ഇടം കൊടുക്കരുത്. हाँ, एफिशियंस 4:27। न शैतान को अवसर दो। हाँ, അപ്പോൾ പിശാചിന് ഇടം കൊടുക്കരുത്. शैतान को अवसर ना दो। അപ്പോൾ അവൻ ഇടം കൊടുത്താലോ, अगर अवसर दे दिया तो അവിടെ ഇടം കൊടുത്താൽ അവൻ മുക്കിയത് അവൻ കൊണ്ടുപോയി തന്നെയാണ്. तो अगर अवसर दे दिया तो वो उठा ले जाएगा, हमें गिरा देगा वो। ഇന്ന് എങ്ങനെയൊക്കെയാണ് ഇവൻ നമ്മളെ ചതിക്കുന്നത്? आज किस किस तरीकों से हमें वो गिराता है। നമുക്കറിയാം, പിശാചിന് തന്നെ അറിയാം, വിശുദ്ധന്മാരെ വഞ്ചിക്കണമെങ്കിൽ അവരുടെ രൂപത്തിലും ഭാവത്തിലും ഒക്കെ പോകണം. तो इसकी कैसे शैतान जानता है, अगर मुझे उनको मनुष्य को गिराना है तो उनका रूप में और उनका स्वभाव की बातों से उनके पास जाएगा तो मैं उनको गिरा सकता हूँ। ദൈവമക്കളെ, തിരുവചനം എത്ര വ്യക്തമായിട്ട് നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട്. इसलिए हे प्रिय, परमेश्वर का वचन कितना अधिक सही रीति से हमको चेतावनियां दे रहा है। നമ്മൾ സൂക്ഷിക്കണം. हमें बात संभालना है। നമ്മുടെ ചുരുക്ക് നോക്കിയല്ലോ, എഫേസ്യ സഭ അവര് കണ്ട അപ്പോസ്തലന്മാരെ തിരിച്ചറിഞ്ഞു. हम एफेसस मंडली के बारे में हमने प्रकटीकरण का पुस्तक में हमने पढ़े ना, वो लोग ने झूठा प्रेरितों को उन लोग ने परखा और जांचा, समझ गया कि वो लोग झूठे प्रेरित है करके। ഇവിടെ അത് നമ്മൾ ഏത് കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചാലും നമ്മളെ വഞ്ചിക്കാനായിട്ടൊരു കൂട്ടർ ഉണ്ട് എന്നുള്ള ബോധം നമുക്കുണ്ടായിരിക്കണം. इसके लिए हम कोई भी समय में, कोई भी युग में, कोई भी दिनों में हम रहते समय में हमें समझना है, हमें बहकाने के लिए, हमें भरमाने के लिए, हमें गिराने के लिए एक झुंड वहां पर है करके समझना है। എനിക്ക് എന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് പേരുമായിട്ടുള്ള അഭിമുഖം, അങ്ങനെയുള്ള അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. मेरे जीवन में इस तरह के बहुत प्रकार के लोगों को मुझे सामना करने का अवस्था हुआ है, എന്നാൽ കർത്താവ് അതിൽ നിന്നെല്ലാം രക്ഷിച്ചു. लेकिन प्रभु ने मुझे उस सब अवस्थाओं से मुझे बचाया है। ഞാനുള്ളൊരു കാര്യം പറയട്ടെ, നമ്മളെ കർത്താവ് രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ആ പട വഞ്ചിക്കപ്പെട്ടു. तो अगर प्रभु ने अगर हमें बचाया नहीं होता तो हम धोखे में पड़ सकते थे। അപ്പോൾ ഇവിടെ ഞാനൊരു കാര്യങ്ങൾ ഓർപ്പിക്കാം. एक बात मैं याद दिलाना चाहता हूँ, 2 കൊരിന്ത്യർ 11:13, 14, 15 വാക്യം. 2 कोरिन्थी 15, दूसरा कोरिन्थी 11 का 13 से 15. 13 से 15।
2 കൊരിന്ത്യർ 11-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 15 വരെയുള്ള വാക്യം ഞാൻ വായിക്കാം. ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, കപടവേലക്കാർ, ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. അത് ആശ്ചര്യവുമല്ല, സാത്താൻ താനും വിളിച്ചതിൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ. ആകയാൽ അവൻ്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമല്ല, അവരുടെ അവസാനം അവരുടെ പ്രവൃത്തിക്ക് ഒത്തതായിരിക്കും. 2 कोरिन्थी 11 अध्याय 13 से 15। ऐसे लोग झूठे प्रेरित और छल से काम करने वाले और मसीह के प्रेरितों का रूप धरने वाले हैं। यह कुछ अचंभे की बात नहीं, क्योंकि शैतान आप भी ज्योतिर्मय स्वर्गदूत का रूप धारण करता है। इसलिए यदि उसके सेवक भी धर्म के सेवकों का स्वरूप धरे तो कोई बड़ी बात नहीं, परंतु उनका अंत उनके कामों के अनुसार होगा। അപ്പോൾ ഇവിടെ പൗലോസിലെ പറയുന്ന അതേ കാര്യം തന്നെയാണല്ലോ കർത്താവ് ഇച്ചിരി മുമ്പ് പറഞ്ഞത്. ये पौलुस ने जो बात बोला है ये तो कुछ देर पहले प्रभु ने भी कहा था ना। നമ്മള് മത്തായി 7:15 വായിച്ചായിരുന്നല്ലോ. हम लोग मत्ती 7:15 में हमने पढ़ा था ना। കർത്താവ് എന്താ പറഞ്ഞത്? प्रभु ने क्या कहा था? കള്ള പ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ, झूठे भविष्यवक्ता से बचे रहो। അവർ ആടുകളുടെ വേഷം കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു. वो लोग मेमने के रूप में वो लोग आएंगे, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാണ്. लेकिन अंदर फाड़ने वाला भेड़िए है। അപ്പൊ ഈ ചെന്നായ്ക്കള് പുറമെ ആടിന്റെ വസ്ത്രം തോല് ധരിച്ചിരിക്കുന്നേ ഉള്ളൂ. तो मतलब ये क्या, ये भेड़िया क्या करता है? सिर्फ बाहरी रूप से एक मेमने का वस्त्र क्या रूप ऐसा पहनकर खाली आया, चमड़ा पहनकर आया है। അവർ അഭിനയിക്കുകയാണ്. वो लोग मतलब ढोंग कर रहे हैं। നമ്മുടെ ഒരു കാര്യം സൂക്ഷിക്കണം പ്രിയമുള്ളവരെ, നമ്മളെ എങ്ങനെയെങ്കിലും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മളെ ഒടുക്കി കളയുവാൻ അവൻ എട്ടെടുത്ത് ഇറങ്ങിയിരിക്കുകയാണ്. यानी कि क्या कि उसने शैतान ने पूरा रीति से उसने वो ठान लिया है कि किसी भी तरह से हम लोग को गिरा दे। അപ്പോൾ നമ്മൾ ഇത്രമാത്രം മുന്നറിയിപ്പ് ഉള്ളപ്പോൾ, तो इतना बड़ा चेतावनी जब वचन में हमको देकर നമ്മൾ അന്ത്യകാലത്തിന്റെ അന്ത്യസമയങ്ങളിൽ ജീവിക്കുന്നവരാകുമ്പോൾ, हम लोग अंतिम समय के अंतिम पल पे हम जी रहे हैं। നമ്മൾ ദൈവവചനത്തെ എത്രമാത്രം ഭക്തിയോടുകൂടി എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടി നമ്മളതിനെ മുറുകെ പിടിക്കണം. इसलिए हम लोग कितना सच्चाई से और कितना आत्मा पूर्वक और भक्ति के साथ वचन को थामे रहकर जीना है। കാരണം കർത്താവിന്റെ വരവിനോട് അടുത്ത സമയത്ത് നടക്കുന്ന സംഭവങ്ങളിൽ ഒരു കാര്യം കർത്താവ് മുന്നറിയിപ്പ് നൽകിയത് ഇങ്ങനെയാണ്. क्योंकि प्रभु का आगमन के विषय में एक बड़ा चेतावनी जो प्रभु ने हमको दिया है। നമ്മള് മത്തായി 24-ാം അധ്യായം നിങ്ങൾക്ക് അറിയാമല്ലോ, അത് കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ വളരെ ശക്തമായി മുന്നറിയിപ്പ് നൽകുന്ന ഭാഗങ്ങളാണല്ലോ. मत्ती का पुस्तक 24वां अध्याय मैथ्यू 24 में प्रभु का आगमन के विषय में उधर कितने सारे चेतावनी हमको वहां पर दिया गया है। അതിന്റെ 11-ാം വാക്യത്തിൽ വായിക്കുന്നു, 24:11, കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റിക്കുന്നു 24 का 11 पढ़ेंगे। बहुत से झूठे भविष्यवक्ता उठ खड़े होंगे और बहुतों को भरमाएंगे। ऐसा नहीं कि वो लोग कोशिश करें, ऐसा नहीं, मतलब भरमाएंगे और बहुत लोग इसमें गिरेंगे। അപ്പോൾ നമ്മൾ ഇതൊക്കെ ഈ വചനമൊക്കെ വായിക്കുമ്പോഴത്തേക്കും നമ്മൾ എത്രമാത്രം നമ്മളെ തന്നെ സൂക്ഷിക്കണം. इसके लिए ऐसे सब वचन जब हम पढ़ते समय में हमें कितना अपने आप को संभालना है। ഇവിടെ നമുക്ക് ഒരു ലാഭമായി ജീവിക്കാൻ പറ്റുമോ? इसके लिए हम लोग कोई लापरवाही का जीवन जी सकते हैं क्या? ഇത് കർത്താവ് പറഞ്ഞു, ശിഷ്യന്മാർ പറഞ്ഞു, ഈവൻ പഴയ നിയമ പിന്നെ വിശുദ്ധന്മാരും ഇതിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ये सिर्फ प्रभु ने ही नहीं कहा बल्कि प्रेरितों ने भी कहा, प्रभु ने भी बोला था और पुराने नियम के विषय में भाई लोग ने भी कहा है। ഞാൻ ചില കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ, വെളിപ്പാട് പുസ്തകത്തെ പോലെ പ്രാധാന്യം ഒരു പഴയ നിയമ പുസ്തകമാണ് ദാനിയേൽ പ്രവചന പുസ്തകം. हम देखते हैं कि जिस तरह प्रकटीकरण का पुस्तक नए नियम में एकदम प्रधान और मुख्य पुस्तक है नए नियम में, उसी तरह पुराने नियम में इस तरह का भविष्यवाणी का पुस्तक है दानियल का पुस्तक। പ്രവചന പുസ്തകങ്ങൾ 17 ഉണ്ട്. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാല് ഈ ദാനിയേൽ പ്രവചനം വളരെ മഹത്വപൂർണ്ണമായ भविष्यवाणी का पुस्तक में 17 पुस्तक है बोला तो भी उसमें से विशेष गुण का जो खास अंतिम समय में ज्यादा हमको समझ देने वाला एक पुस्तकों में से एक है दानियल का पुस्तक। ദാനിയേൽ 11:32 ആദ്യ ഭാഗത്ത് വായിക്കുന്നത്, दानियल 11 का 32 का उसका शुरुआत का भाग में അവൻ ഉപായം കൊണ്ട് അനേകരെ വഷളാക്കുന്നു. दानियल का पुस्तक उसका 11 उसका 32 का शुरुआत पढ़ना। जो लोग दुष्ट होकर उस वाचा को तोड़ेंगे उनको वह चिकनी चुपड़ी बातें कहकर भक्तिहीन कर देगा। चिकनी चुपड़ी बातें बोलकर भक्तिहीन कर देगा लोगों को। ഉപായം കൊണ്ട് നോക്കണേ, ഉപായം കൊണ്ട് അവൻ വഷളാക്കും. यानी कि अपना युक्ति करके, वो युक्ति क्या है? चिकनी चुपड़ी बातें बोलकर लोगों को भरमाएगा, गिराएगा। ഇവിടെ ഉപായം പ്രയോഗിക്കുമ്പോൾ ഇതൊരു ഉപായമാണെന്ന് കേൾക്കുന്ന നിഷ്കളങ്കരായ വിശുദ്ധന്മാരത് മനസ്സിലാക്കിയ. तो ये एक तंत्र पूर्वक है कर रहा करके, वो अपने युक्ति से कार्य कर रहा करके बोलेगा तो जो मासूम विश्वास है उन लोगों को ये सब बोले समझ में नहीं आता। നമ്മള് വളരെ
ആത്മനിറവോടുകൂടി വളരെ വിവേചനത്തോടു കൂടി നമ്മൾ ആയിരിക്കണം. इसके लिए एकदम आत्मा पूर्वक एकदम बोध्य से हमें वचन को हमें समझना है. കാരണം ഇങ്ങനെയുള്ള എത്രയോ പേരെ നമ്മൾ കാണുന്നുണ്ട്. क्योंकि आज इस तरह भरमाया अवस्था में कितने विश्वासियों को हम देखते हैं. അവരിങ്ങനെ ഉപായത്താൽ വന്ന് ജനങ്ങളുടെ ഹൃദയത്തെ വഷളാക്കുന്നു. इस तरह के लोग, वो लोग आकर लोगों के सामने आकर चिकनी चुपड़ी बातें बोलकर, उनका मन को बहलाने वाला बातें से बोलकर, मधुर बातें बोलकर उन लोगों को भक्तिहीन कर देते हैं. ഞാൻ അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ നേരിട്ടുണ്ട്. इस तरह का अनुभव मैंने खुद मेरे जीवन में अनुभव किया है. ഞാൻ ഒരിക്കലും ഒരു സ്ഥലത്ത് നിന്ന്, ഞാൻ അതെല്ലാം ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ആൾക്കാരുടെ പേരൊന്നും പറയുന്നത്, പക്ഷേ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ശുശ്രൂഷ നിർവഹിച്ചപ്പോൾ ആ വീട്ടുകാരെ തെറ്റിക്കാനായിട്ട് അവിടെ വേറെ ഒരു ഇതുപോലെയുള്ള ഒരു കള്ള പ്രവാചകൻ വന്നിരുന്നു. तो मैं एक छोटा गवाही देना चाहता हूँ, ज्यादा डिटेल्स नहीं दूंगा, नाम नहीं बताऊंगा. एक समय में जब मैं एक भवन में गया था, उस भवन में उस परिवार को भड़काने के लिए, भरमाने के लिए, गिराने के लिए एक भविष्यवक्ता वहां पर आया. അവര് വളരെയധികം കർത്താവിൽ വളരെ സന്തോഷമായിട്ട് വളരുകയായിരുന്നു. और ये परिवार मसीह के प्रेम में बहुत उन्नति में वो लोग बढ़ने का समय था. അവര് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. वो लोग प्रभु को उद्धारकर्ता के रूप में स्वीकारा था. സ്നാനപ്പെടാൻ ഒരുങ്ങിയിരിക്കുകയാണ്. बपतिस्मा के लिए तैयार थे वो लोग. അപ്പോൾ ഈ വ്യക്തി അവരുടെ മുമ്പിൽ പറയുകയാണ്, तो ये भविष्यवक्ता जो आया वो आके कहता है उनके सामने, ഏതോ ഒരു പ്രവാചകന്റെ പേര് പറഞ്ഞിട്ട് പറയാണ്, कोई दूसरा भविष्यवक्ता का नाम लेकर वो भविष्यवक्ता कहता है, ഇന്ന പ്രവാചകൻ നിങ്ങളെ കുറിച്ച് എന്നോട് പറഞ്ഞായിരുന്നു. हाँ वो वाला भविष्यवक्ता ना मुझे आप लोगों के बारे में कहा. നിങ്ങളെ കുറിച്ച്, എന്നെ കുറിച്ച് ആ പ്രവാചകൻ എന്നോട് പറഞ്ഞായിരുന്നു. मतलब आपके बारे में, मतलब मेरे बारे में एक दूसरा एक भविष्यवक्ता ने मुझे बोला. അങ്ങനെ ഒരാള് നമ്മുടെ മധ്യത്തിൽ വന്നിട്ടില്ല. अभी देखो ऐसा कोई वो नाम लिया हुआ जो दूसरा भविष्यवक्ता है, ऐसा कोई व्यक्ति हमारे बीच में कभी आया ही नहीं था. എനിക്ക് അങ്ങനെ ഒരു വ്യക്തി അറിയത്തില്ല. मैं ऐसा व्यक्ति को जानता भी नहीं हूँ. എന്നാൽ ഞാൻ അവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ, लेकिन मैं उधर जाने के बाद ഈ മനുഷ്യൻ ആ വീട്ടുകാരോട് നമ്മളെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞെന്ന് ദൈവത്തിനും ആ വ്യക്തിക്ക് മാത്രം അറിയാം. मैं वहां से निकल जाने के बाद ये आया हुआ भविष्यवक्ता वो घर के परिवार के लोगों को मेरे बारे में पता नहीं क्या क्या बोला. എന്നിട്ട് സംഭവിച്ചാൽ അറിയോ, फिर क्या हुआ, അവര് അദ്ദേഹത്തോട് കൂടി ചേർന്ന് എന്നെ അങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിലക്കി. फिर वो परिवार क्या किया, अभी आपसे हमारे घर पे मत आओ, और वो भविष्यवक्ता के साथ उन लोगों के साथ जुड़कर चले गए. എത്ര ഭയങ്കരമാണ്. कितना भयानक बात है. നമ്മൾ ചിന്തിക്കണം ഇവിടെ. हम सोचना है जरा. അതിനുശേഷം നടന്ന സംഭവം പിന്നെ ഒന്നും പറയേണ്ട, വിവരിക്കാൻ ഇപ്പൊ സമയമില്ല. वो सब उसके बाद क्या क्या हुआ वो सब बातों का बोलने का जरूरत नहीं है. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം പറയുന്നു അവർ ഉപായം കൊണ്ട് വഷളാക്കും. वो लोग वचन कहता है कि वो लोग चिकनी चुपड़ी बातें बोलकर वो लोग लोगों को भड़काएगा. ഏതെല്ലാം നിലയിലുള്ള തന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. बोले किस किस तरीका का घिनौना युक्तियां वो लोग इस्तेमाल करेंगे. ഓ ഭയങ്കരം തന്നെ പ്രിയമുള്ളവരെ. वो बहुत भयानक बात है प्रियो. എന്നിട്ട് അതിന്റെ 34-ാം വാക്യത്തിൽ പറയുന്നു, और उसी का दानियल 11:34 में हम पढ़ते हैं, അവർ പലരും കപട ഭാവത്തോടെ അവരോട് ചേർന്നുകൊള്ളും. അതിന്റെ 35 അവസാനം മലയാളത്തിൽ. उसका आखिरी में है, परंतु बहुत से लोग हाँ। इतनी चुपड़ी बातें कहकर उनसे मिल जाएंगे. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, तो यहाँ पर समझना एक बात, അവര് കപട ഭാവത്തോടെ അവരോട് ചേരും. तो वो लोग क्या होगा, इस तरह का चिकनी चुपड़ी बातों में या इस तरह का युक्ति जो धोखा देने वाला, भरमाने वाला बातों में बहुत सारे लोग उसमें जुड़ जाएंगे. അവസാനം അവിടെ 35-ാം വാക്യത്തിൽ പറയുന്നു, और 35 में देखो, ബുദ്ധിമാന്മാർ ചിലർ വീഴും. सिखाने वाले में से कितने गिरेंगे, हाँ और इसलिए गिरने पाएंगे कि जांचे जाए. हाँ और ठीक है. तो सिखाने वाले यानी कि जो समझ सकते हैं, जो बुद्धिमान है, उन लोग भी इसमें गिर जाएंगे. അപ്പോൾ നമ്മൾ ഒരു സത്യം ഇവിടെ മനസ്സിലാക്കണം. तो एक सच्चाई हमें यहाँ पर समझना है. നമ്മൾ എത്തിയിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ അറിയണം, हम किस समय में, किस युग या पीढ़ी में हम जी रहे हैं, ये बात समझना है. ഈ വ്യക്തി പറയുന്നത് യഥാർത്ഥത്തിൽ സത്യമാണോ എന്ന് എങ്ങനെ അറിയണേ? ये एक व्यक्ति जो बोल रहा है वो सच्चाई है कि सही है कि नहीं, हमें जानना है. പ്രിയമുള്ളവരെ, നമ്മളെ ദൈവവചനത്തിലൂടെ വളർത്തണ്ടേ. हे प्रियो, हमें प्रभु के वचन के आधार पर हमें बढ़ना चाहिए. അതും ഇതും പറഞ്ഞ് ഇവരെ കുറിച്ച് ദോഷം പറഞ്ഞ് വരുന്ന വ്യക്തി നമ്മുടെ വഞ്ചിക്കൽ വരുന്നതാണ് നമ്മൾ ഉടനെ തിരിച്ചറിയണം. तो इधर उधर की बातें बोलकर, चिकनी चुपड़ी बातें बोलकर, ये भाई का, वो भाई का, ये व्यक्ति का दोष बताकर, ऐसा बातें बोलकर आने वाला लोग क्या कर रहे हैं, वो लोग भरमाने वाले लोग हैं, भटकाने वाले लोग हैं. വളരെ സൂക്ഷിക്കണം. इसलिए एकदम ध्यान से संभलना प्रियो. ഒരുവൻ യഥാർത്ഥത്തിൽ ദൈവത്താൽ അയക്കപ്പെട്ടവനാണോ എന്ന് എന്നെ അറിയുന്നേ? एक व्यक्ति अगर सच्ची में प्रभु की ओर से भेजा गया है करके कैसा मालूम पड़ेगा? നമ്മള് യഥാർത്ഥ ദൈവദാസന്മാരെ അറിയണമെങ്കിൽ അവര് പറയുന്ന കാര്യങ്ങൾ വചനത്തിൽ നിന്നായിരിക്കണം. क्योंकि अगर सच्चा प्रभु का दास है, जो प्रभु की ओर से भेजा हुआ व्यक्ति है, तो उनका लक्षण क्या आना चाहिए? वो हमेशा प्रभु का वचन बोलना चाहिए. ഇന്ന് നമ്മൾ കാണുന്ന ഈ കള്ള പ്രവാചകന്മാരെ എങ്ങനെ തിരിച്ചറിയാം? लेकिन आज के ये झूठे भविष्यवक्ताओं लोगों को कैसे आप पहचानेंगे? നമ്മൾ ആവർത്തന പുസ്തകം 18-ാം അധ്യായം 21-22 വാക്യം വായിക്കുമ്പോൾ, व्यवस्था विवरण ड्यूटरोनॉमी उसका 18 अध्याय 21 और 22, അത് യഹോവ അരുളി ചെയ്യാത്ത വചനം എന്ന് ഞങ്ങൾ എങ്ങനെ അറിയും എന്ന് നിന്റെ ഹൃദയത്തിൽ പറഞ്ഞാൽ
ഒരു പ്രവാചകൻ യഹോവയുടെ നാമത്തിൽ സംസാരിക്കുകയും സംഭവിക്കുകയും ഒത്തുവരികയും ചെയ്യാഞ്ഞാൽ അത് യഹോവ അരുളിച്ചതല്ല, പ്രവാചകൻ അത് സ്വയകൃതമായി സംസാരിച്ചത്രേ, അവനെ പേടിക്കരുത്. व्यवस्था विवरण ड्यूटरोनॉमी उसका 18 अध्याय 21 और 22। यदि तो अपने मन में कहे, जो वचन यहोवा ने नहीं कहा उसको हम किस रीति से पहचाने, तो पहचान यह है कि जब कोई नबी यहोवा के नाम से कुछ कहे, तब यदि वह वचन न घटे और पूरा न हो जाए, तो वह वचन यहोवा का कहा हुआ नहीं, परंतु उस नबी ने वह बात अभिमान करके कही है, तो उससे भय न खाना। ദൈവമക്കളെ, ഒരു കാര്യം ഞാൻ പറയട്ടെ. इसलिए प्रभु के लोगों में बताना चाहता हूँ, യഥാർത്ഥത്തിലുള്ള ദൈവദാസന്മാർ ക്രിസ്തുവിനെ പകർന്നു തരുന്നത്. एक सच्चा प्रभु का दास क्या करेगा, वो मसीह को बांटेगा। അവർ കർത്താവിൽ നിങ്ങളെ വളർന്നു കാണാൻ ആഗ്രഹിക്കും. वो हमेशा आप लोग मसीह में बढ़े ये आग्रह रखेगा। എന്നാൽ ഈ കള്ളപ്രവാചകന്മാർ, लेकिन जो झूठे भविष्यवक्ता है അവര് നിങ്ങളെ ലോകത്തിലേക്ക് ചേർത്ത് वो आप लोगों को संसार में जोड़ेगा। ലോകത്തിലെ നന്മകളും അനുഗ്രഹങ്ങളും അതും ഇതും എല്ലാം പറഞ്ഞാണ് വഞ്ചിക്കുന്നത്. और वो संसार की बातें, संसार का धन दौलत, संसार के अच्छी अच्छी बातें बोलकर वो आपको उसके बातों में आकर्षण करेगा। ഞാനൊരു ശക്തമായ മുന്നറിയിപ്പ് തരാം. इसलिए मैं एकदम सख्त चेतावनी मैं आपको देना चाहता हूँ। ആവർത്തന പുസ്തകം 13-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെ വായിക്കണം. എങ്കിലും അതിലെ 11-ാം വാക്യം മാത്രം വായിച്ചിട്ട് ഞാൻ അതിനെ സംക്ഷേപിക്കാം. वही व्यवस्था विवरण उसका 13 अध्याय 1 से 11 तक पढ़ना चाहिए, लेकिन सिर्फ 11 हम पढ़ेंगे। നിന്റെ ദൈവമായ യഹോവയോട് നിന്നെ അകറ്റിക്കളയുവാൻ അവൻ അന്വേഷിച്ചതുകൊണ്ട് അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. उसका व्यवस्था विवरण 13 का 11। और सब इजरायली सुनकर भय खाएंगे और ऐसा बुरा काम फिर तेरे बीच न करेंगे। नहीं, उसका सॉरी, उसका 10 पढ़ना। 10, हाँ 10 में ही उनको तुझसे दूर करने वाला, हाँ 10 उनको पथरवाह करके मारा। 10 उस पर ऐसा पथरवाह करना हाँ। कि वह मर जाए, हाँ। क्योंकि उसने तुझको हाँ। तेरे उस परमेश्वर यहोवा से, जो तुझको दासत्व के घर अर्थात मिस्र देश से निकाल लाया है, बहकाने का यत्न किया। ये झूठे लोग जो तुमको प्रभु से दूर किया है, ऐसा यत्न करने वाले लोगों को मरने तक पत्थरवार करना चाहिए। ये था पुराना नियम का व्यवस्था। നമ്മൾ ചിന്തിക്കണം, हमें समझना है। നമ്മൾ ഈ പുതിയ നിയമത്തിൽ പ്രിയമുള്ളവരെ എന്തുമാത്രം ദുരുപദേശങ്ങളുണ്ട്, ഇതിനെക്കുറിച്ച് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. इसके लिए नए नियम में आज कितने कितने दुरुपदेश से बातें भरे हुआ है करके ये बात अच्छी तरह से हमें जानना है। നമുക്ക് എത്രമാത്രം ഓരോ ദിവസവും കർത്താവിന്റെ ജീവനിലും സ്വഭാവത്തിലും വളരാൻ കഴിയുന്നുണ്ട്. हमें कितना अधिकतर दिन हमें प्रभु का वचन के सच्चाई में बढ़ पा रहे हैं। നമ്മുടെ ഇന്നലേക്കാൾ ഇന്ന് നമുക്ക് കർത്താവിനോട് കൂടുതൽ അടുത്തിരിക്കുവാനും കൂടുതൽ സ്നേഹിക്കുവാനും കർത്താവിന് വേണ്ടി ജീവിക്കുവാനുള്ള ഒരു ഉത്സാഹമുണ്ടോ? क्या आज हमें कल से भी अधिक ज्यादा आज मैं मसीह में और नजदीक हो जाऊं, वचन के नजदीक और नजदीक बढ़ूं, प्रेम में और बढ़ूं करके इस तरह का आग्रह हमारे अंदर है क्या? നമ്മൾ ഏതെങ്കിലും ചതിയിൽ പെട്ട് കഴിഞ്ഞാൽ, अगर कोई हम धोखा में अगर गिर गए तो, ശത്രു നമ്മളെ എവിടെയെങ്കിലും വഞ്ചിച്ചാൽ, शैतान अगर किधर हमें गिरा दे तो പിന്നെ നമുക്ക് കൂട്ടായ്മയോട് ഒരു വിരസത തോന്നും. फिर हमें संगति से थोड़ा विरुद्ध संगति को हम नकारने लगेंगे। നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? हम लोग सुना है, आप लोग ने शायद सुना रहेगा അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അങ്ങനെ അനുഭവം ഉണ്ടാവും. या फिर आप लोग खुद को ही अनुभव रहेगा, എന്നാ കൂട്ടായ്മയ്ക്ക് പോകാനാ, अरे क्यों संगति में जाना है, അവരും ഒക്കെ ഇങ്ങനെയാ, क्योंकि इधर ये लोग वो लोग ऐसे ही है, അവരൊന്നും ഗുണം പിടിച്ചിട്ടില്ല. वो लोग कुछ भी फायदा नहीं है उनके साथ। അവരുടെ മധ്യത്തിൽ പോയാൽ പിന്നെ അവനെ കാണണ്ടേ? तो फिर अभी उनके बीच में जाएगा तो मुझे उन लोगों को देखना पड़ेगा ना। ഇങ്ങനെയുള്ള അനേക തെറ്റായ ചിന്തഗതികളെല്ലാം ആരാ കൊണ്ടുവരുന്നേ? तो इस तरह का अलग अलग भाइयों के खिलाफ का बातें विचार कौन लाता है? ഇത് ശത്രു കൊണ്ടിരുന്ന शत्रु लाता है प्रियो। ഇതാ പിശാചിന്റെ തന്ത്രം. यही तो शैतान का युक्ति है। നമ്മളും കർത്താവുമായിട്ടുള്ള ആ ഏകാഗ്രതയിൽ നിന്നും നമ്മളെ വഷളാക്കുക. मतलब मैं और प्रभु के साथ जो सीधाई का जो एकता का जो रिश्ता है उसमें भटका कर गिरा दे। ഞാൻ ഇന്നലെ വായിപ്പിച്ച ഒരു വാക്യമാണ്. मैं कल भी ये वाक्य पढ़ाया था, 2 കൊരിന്ത്യർ 11:3. दूसरा कोरिन्थी 11:3 में। എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. परंतु मैं डरता हूँ कि जैसे सांप ने अपनी चतुराई से हवा को बहकाया, वैसे ही तुम्हारे मन उस सीधाई और पवित्रता से जो मसीह के साथ होनी चाहिए कहीं भ्रष्ट न किए जाए। അപ്പോൾ ഏതെങ്കിലും നിലയിൽ നമ്മളെ ഹൃദയത്തിൽ ദൈവവുമായിട്ട് ദൂരെ അകറ്റുക എന്നുള്ളത് ശത്രുവിന്റെ ഒരു വലിയ ലക്ഷ്യമാണ്. तो शत्रु का सबसे बड़ा लक्ष्य है कि हमारे मनों को प्रभु के साथ भ्रष्ट कर दे, प्रभु के साथ का रिश्ता से दूर कर दे। നമ്മളൊരു കാര്യം ചിന്തിക്കുക, हमें एक बात सोचना है, നമ്മുടെ
ഹൃദയത്തിൽ നമ്മൾ ദൈവത്തോട് ഏകാഗ്രത ഇല്ലാതെ ദൈവമായിട്ട് നമ്മൾ അടുത്തിരിക്കാതെ നമ്മളെ അകറ്റുക എന്നുള്ളതാണ് ശത്രുവിന്റെ मतलब हम लोग प्रभु के साथ का वो सीधापन का जो रिश्ता जो प्रभु के साथ हमने बनाया उसको किस तरह तोड़कर मरोड़कर प्रभु से दूर कर दे, ये है शैतान का लक्ष्य। നമ്മളെ എങ്ങനെയെങ്കിലും നമ്മുടെ ചിന്താഗതികളിലൂടെ എങ്കിലും നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കാനാണ് ശ്രമിക്കുന്നത്. किसी भी तरह से हम जो सोच और विचार में से वो प्रवेश करके हमें गिरा दे, ये है उसका लक्षण। അതിനുശേഷം പിന്നെ നമ്മൾ ചെയ്യുന്ന ഭക്തി എല്ലാം വ്യാജമായി മാറും. उसके ऐसा अवस्था में गिर जाने के बाद फिर हम जो भी भक्ति करते हैं वो एक झूठा भक्ति बन जाता है। ശ്രദ്ധിക്കുക, ध्यान से समझना। നമുക്കറിയാമല്ലോ ആദ്യ സഭയിലെ ഒന്നാമത്തെ വഞ്ചന ഇവിടെ ഉണ്ടായി. हम देखते हैं पहला दिनों के जो कलीसियाओं में जो पहला धोखा हुआ, അനന്യാസിന്റെ ജീവിതത്തിൽ എവിടെയാ സംഭവിച്ചത്? अनन्यास सपेरा के जीवन में क्या हुआ? അവിടെ പത്രോസ് അനന്യാസിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. वहां पर पत्रोस अनन्यास को एक सवाल पूछता है, 5:3 प्रेरितों का कार्य 5:3। അപ്പോൾ പത്രോസ് അനന്യാസെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിരിയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയതെന്തേ? ശ്രദ്ധിക്കുക, സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയതെന്തേ? प्रेरितों का कार्य Acts 5:3। पतरस ने कहा, हे अनन्या, शैतान ने तेरे मन में यह बात क्यों डाली कि तू पवित्र आत्मा से झूठ बोले? हाँ, तो वहां पर विषय देखो, शैतान ने तेरा मन में आकर वो स्थान क्यों लिया, या शैतान ने तेरे मन में आकर ये बात क्यों डाला? അപ്പോൾ എന്ത് ചെയ്തു? അവന്റെ ഹൃദയത്തെ കൈവശമാക്കി. यानी कि शैतान ने क्या किया? उसका हृदय में कब्जा किया। നമുക്കറിയാം, നമ്മുടെ ഹൃദയത്തെ എല്ലാറ്റിലും അധികം നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതാണെന്ന് സദൃശവാക്യം 4:23 നമ്മൾ വായിക്കുന്നുണ്ട്. हम लोग जो नीति वचन 4:23 में हम पढ़ते हैं कि हमारा हृदय जो बहुत जल्दी गिर सकते हैं, इसलिए उसको संभाले रहना है करके वचन चेतावनी देता है। എല്ലാത്തിലും അധികം ആ പ്രയോഗം നമ്മളൊന്ന് മനസ്സിലാക്കണം. उसका वो पढ़ेंगे 4 का। നമുക്കറിയാമല്ലോ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നമ്മുടെ ഹൃദയമാണ്. हमारे जीवन का, हमारा शरीर का सबसे प्रधान भाग है वो शरीर। സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. उसका प्रोवर्ब्स उसका 4:23। सबसे अधिक अपने मन की रक्षा देखो, कर, सबसे अधिक अपने मन की रक्षा कर, क्योंकि जीवन का मूल स्रोत वही है। क्योंकि सबसे अधिक उसको संभालने के लिए कहता है। അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. इसलिए एक बात समझना है, ഏതെങ്കിലും നിലയിൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു തെറ്റായ ചിന്തയോ തെറ്റായ വാക്കുകളോ ഒക്കെ ഇടുവാനായിട്ട് ശത്രു ശ്രമിക്കും. शैतान हमेशा कोशिश करेगी कोई भी तरह का, कोई भी रीति का, गलत रीति की बातें, विचार, संकल्प की बातें हमारे हृदय में, हमारे मन में डाले। ശത്രു അവന്റെ ഏജന്മാരെ അയച്ചിട്ട് നമ്മൾ സ്നേഹിക്കുന്ന കർത്താവിന്റെ ദാസന്മാരെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ സഹവിശ്വാസികളെ കുറിച്ചോ ഒക്കെ എന്തെങ്കിലും കുശുമ്പും കുന്നായ്മയൊക്കെ കൊണ്ടുവന്ന് നമ്മളെ കേൾപ്പിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് അത് ആ വിത്തങ്ങ് ഇടും. तो क्या शैतान क्या करेगा? वो अपने दूतों को भेजेगा, वो अपने सेवकों को भेजकर भाइयों के विषय में, प्रभु के दास के विषय में कुछ तो ऐसा गलत बातें बोलकर उसमें डालेगा और उसका बीज हमारे हृदय में डालेगा, जिसके वजह से हमें उनके खिलाफ एक नफरत उत्पन्न होता है। അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ ഉള്ളിൽ ആ വിത്ത് ഇങ്ങനെ വളർന്ന് നമ്മളെ കർത്താവിൽ നിന്ന് അകറ്റുവാനായിട്ട് അത് കാരണമായി തീരുക. तो अगर ऐसा बात अगर हमारे अंदर आकर दूसरों के खिलाफ एक नफरत हो रहा है, मतलब क्या है उसका मतलब? वो जो बीज हमारे नफरत का बीज जो बोया गया था वो एकदम बढ़ने शुरू हो चुका है। നമ്മുടെ ചിന്താഗതികളിലൂടെ ആയിരിക്കാം ചിലപ്പോൾ ശത്രു നമ്മളിൽ പ്രവർത്തിക്കുന്നത്. कभी कभी हमारे सोच विचारों में शैतान कार्य करता है। അതിന് അവന് വളരെ എളുപ്പമുണ്ട്. क्योंकि ऐसे भागों से अटैक करना, हमें कब्जा करना बहुत आसानी है उसे। ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദിന്റെ ഉള്ളിൽ ഹൃദയത്തിൽ ഒരു വിചാരം ഉണ്ടായി. देखो, दाऊद जो परमेश्वर का हृदय के अनुसार चलने वाला व्यक्ति के उसके मन में एक विषय आया. എന്താണ്? वो क्या है? 1 തിരുവൃത്താന്തം 21:1. पहला इतिहास 21 का 1, फर्स्ट क्रॉनिकल्स 21:1. അനന്തരം സാത്താൻ ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റ് ഇസ്രായേലിനെ എണ്ണുവാൻ ദാവീദിന് തോന്നിച്ചു. നോക്കണം, ഒരു തോന്നല്. ഈ തോന്നൽ എവിടെ നിന്നായിരുന്നു? അത് പൈശാചികമായിരുന്നു. पहला इतिहास 21 का 1. शैतान ने इजराइल के विरुद्ध उठकर दाऊद को उकसाया। देखो, बस उकसाया, खाली एक विचार उसके मन में डाला। वो क्या करना चाहता था? शैतान को गिराने के, इस्राएल को गिराने के लिए, दाऊद को गिराने के लिए वो खाली उकसाने का एक विचार अंदर डाला। एक कौन डाला? शैतान ने डाला। പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിൽ തോന്നുന്ന തോന്നലുകളൊന്നും അനുസരിച്ച് നമ്മൾ ജീവിക്കരുത്. इसके लिए प्रिय, हमारे जीवन में जो भी विचार या बातें आते हैं, ऐसा मुझे लगता है, ये सब लगने वाला बातों से हमें बच के रहना है। നമ്മുടെ ബുദ്ധിയിൽ നമ്മളൊന്നും ആശ്രയിക്കുകയും हमारा बुद्धि के बातों में हमें भरोसा ना करें। നമ്മൾ കർത്താവിന്റെ കൂടെ നടന്ന പ്രഥമ ശിഷ്യനായ പത്രോസ്
हमें प्रभु के साथ चलने वाला प्रभु का खास चेला जो पत्रोस है, ആ പത്രോസിന്റെ ഉള്ളിൽ എന്ത് സംഭവിച്ചു? वो पत्रोस के जीवन में क्या हो गया? നമ്മൾ ചിന്തിക്കുക. हम जरा सोचे, കർത്താവായ യേശുക്രിസ്തു യെരുശലേമിൽ പോകുന്നതിനെ കുറിച്ചും അവിടെ തന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചും കൊല്ലപ്പെടുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോൾ जब प्रभु ने यीशु कहता है कि मैं जाऊंगा, यरूशलेम में जाऊंगा, मैं पकड़ाया जाऊंगा, मुझे वहां पर बहुत दुख और क्लेश वेदना सहना पड़ेगा, ये सब बातें जब प्रभु ने बोला, ആ ഉടനെ പത്രോസ് എന്താ പറയാ? तो अभी तुरंत उसका जवाब पत्रोस क्या देता है? മത്തായി 16:23-24 വാക്യം. मत्ती का सुसमाचार 16 अध्याय 22-23. उसका 22-23 സോറി, मत्ती का सुसमाचार 16 का 22-23 അതിന്റെ 22-23 വായിക്കുമ്പോൾ 22-23 അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ അത് അരുതേ, നിനക്ക് അങ്ങനെ ഭവിക്കരുത് എന്ന് സാഹസിച്ചു തുടങ്ങിയെന്നാ വായിക്കുന്നേ. ഉടനെ കർത്താവ് എന്ത് ചെയ്തു? അവനെ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ എന്നെ വിട്ട് പോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടെ അത്രയ്ക്ക് കരുതുന്നെന്ന് പറഞ്ഞു. जल्दी पढ़ेंगे मत्ती 16-22-23. इस पर पतरस उसे अलग ले जाकर झिड़कने लगा। जो अलग लेकर झड़कने लगा, हे प्रभु, परमेश्वर न करे, तेरे साथ ऐसा कभी न होगा। उसने मुड़कर पतरस से कहा, हे शैतान, मेरे सामने से दूर हो, तू मेरे लिए ठोकर का कारण है, क्योंकि तू परमेश्वर की बातों पर नहीं परंतु मनुष्य की बातों पर मन लगाता है। ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. यहाँ पर एक बात, खास बात एक समझना, നമ്മുടെ ഏതെങ്കിലും ഒരു അഭിപ്രായം നമ്മൾ ദൈവത്തിനെ പറയുന്നെങ്കിൽ അതാണ് പൈശാചിക അവതാരം. मतलब हमारा कोई भी हमने जो समझा है ऐसा मैं बता देता हूँ करके मैं बोलकर, ऐसा हमारा कोई भी समझ की बात है ना, यही सबसे बड़ा शैतान का तंत्र है। നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാം, നമ്മുടെ ഏതെങ്കിലും അഭിപ്രായം നമ്മൾ കൂട്ടായ്മയിൽ അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ നമ്മൾ തകർക്കുക. क्योंकि अगर हमारा कुछ भी विचार जब आते समय में, अगर ऐसा करेगा तो अच्छा है, वैसा करेगा तो अच्छा है, इस तरह का विचार की बातें कलीसिया में जब भी लाकर बताता है, वो पूरा कलीसिया को तोड़ने का अवस्था को लेकर आता है. നിങ്ങൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. आप लोग ध्यान से समझना प्रियो, ഇതിലേക്ക് എത്രയോ പേര് ശത്രു എടുത്തിട്ടുണ്ടെന്നറിയോ इस കാര്യങ്ങൾ. तरह का विचार लेकर शैतान ने कितने विश्वासों को अपने हाथों में कब्जा किया है. അവര് എന്നിട്ട് അവസാനം അവര് പ്രശ്നം ഉണ്ടാക്കി അവർ പോവുകയും ചെയ്യും. और वो लोग क्या बोलता है, देखो दास ने मेरा बात नहीं सुना बोलकर वो लोग झगड़ा करके चले जाते हैं. കാരണം അതൊന്നും ദൈവവചനത്തിന്റെ അടിസ്ഥാനമല്ല, അതെല്ലാം അവരുടെ അഭിപ്രായങ്ങളാണ്. ഇവരുടെ അഭിപ്രായത്തിന്റെ എല്ലാം പിന്നിൽ പിശാചിന്റെ അവതാരമാണ്. അവർ പിശാചിന്റെ അവതാരമായി മാറി എന്നുള്ളതാണ്, അവരിൽ പിശാച് അവതാരം എടുത്തു എന്നുള്ള സത്യം. तो क्योंकि ऐसा ऐसा विचार जो है, ऐसा ऐसा बातें, अगर ऐसा करेगा तो अच्छा है, वैसा करेगा तो अच्छा है, ये सब वचन के आधार पर नहीं है, तो हमें समझना एक बहुत बड़ा धोखा है. क्योंकि ऐसा ऐसा विचार कौन है, वो एक तरफ से शैतान का अवतार के रूप में आ गया है. मतलब क्या हो गया, वो विश्वासी जिसके अंदर ऐसा विचार लेकर कलीसिया में बात करने आएगा, वो व्यक्ति स्वयं ही एक शैतान का अवतार बनकर आकर कार्य कर रहा है. इसलिए ऐसे विचारों से बचे रहे. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, इसलिए एक बात समझना है प्रियो, പിശാചിന്റെ ഏക ലക്ഷ്യം शैतान का सबसे बड़ा लक्ष्य നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ തോന്നലുകളെ എല്ലാം സഭയിൽ കൊണ്ടുവന്ന് സഭയെ തകർക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അറിവില്ലാത്ത വിശ്വാസികളുടെ ശത്രു ചെയ്തുകൊണ്ടിരിക്കുന്നത്. मतलब ऐसा ऐसा बातें, ऐसा ऐसा विचार की बातें जो कलीसिया के लिए लाभ नहीं होगा, जो वचन के खिलाफ की बातें, ऐसा ऐसा विचार और बातें शैतान जो विचार जो विश्वास में कमजोर है, ऐसे लोगों के हृदय में विचार लाकर वो लोग कलीसिया को गिराने देगा. ऐसे बातों से संभालना. ചിലപ്പോൾ അവര് സഭയിൽ ചിലപ്പോൾ നല്ല സാക്ഷിയുടെ സൗരന്മാരായിരിക്കാം. शायद वो लोग कलीसिया में अच्छा गवाह वाला भाई लोग रहेंगे. അങ്ങനെയുള്ളവരെ എടുത്ത് അവരുടെ അഭിപ്രായം മുഖാന്തരം അവര് സഭ വിട്ടു പോകും, മാത്രമല്ല മറ്റുള്ളവരിൽ വിടർച്ച വരുത്തിയിട്ട് പോകും. तो ऐसे लोग क्या होता है, कलीसिया में वो लोग अपना विचार बोलते हैं और विचार वो बातें माना नहीं जाता क्योंकि वचन के खिलाफ है. और फिर क्या होता है, वो लोग दुखी होकर निराश होकर निकल जाते हैं. तो वो लोग निकल रहे देखकर वो लोग, देखो ये भाई कितना अच्छा भाई है, अच्छा गवाह है बोलकर दूसरों को भी टोकर का कारण बन जाता है. ഇവിടെ പത്രോസിനോട് കർത്താവ് പറഞ്ഞു, സാത്താനെന്നാ പറഞ്ഞു. पत्रोस को देखकर प्रभु क्या बोला है, शैतान तू दूर हो जा. പക്ഷെ പത്രോസ് പോയില്ല കേട്ടോ. लेकिन पत्रोस गया नहीं प्रियो. Praise the Lord. Amen. ഒരു കാര്യം മനസ്സിലാക്കണം, हमें एक बात समझना है प्रियो, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അറിവില്ലായ്മയിലൂടെ അനേക തെറ്റുകൾ വരാൻ പറയും. हमारे जीवन में शायद जाने अनजाने में बहुत सा गलती आ सकता है. നമ്മുടെ തെറ്റുകളെ അംഗീകരിക്കുവാനും മാനസാന്തരപ്പെടാനും നമ്മൾ മനസ്സിലാക്കണം. लेकिन और इस विषय के लिए हमारा गलतियों को मानकर हमें समझकर नम्र होना, हमें तैयार होना चाहिए. പിശാച് നമ്മുടെ ശത്രുവായി നിൽക്കുന്നു എന്ന കാര്യം മറക്കരുത്. शैतान हमारा शत्रु है करके ये विषय में कभी ना भूले. അവൻ ഏത് നിലയിലും ഏത് ജീവിതത്തിലും പ്രവർത്തിക്കാം. वो किसी भी रीति से कोई भी बातों से वो हमें भरमाने आ सकता है. അത് നമുക്ക് ബൈബിളിൽ ഒരുപാട് അതിനുള്ള ദൃഷ്ടാന്തങ്ങളുണ്ട്. उसमें बाइबल में बहुत सारा उसका वचन उसमें दिया, आधार दिया है. നമ്മുടെ ആത്മീയ ജീവിതം എങ്ങനെ
എങ്ങനെയിരിക്കുന്നു? हमारा आत्मिक अवस्था कैसा है? ഇന്ന് നമുക്ക് സന്തോഷത്തോടു കൂടി ആയിരിക്കാൻ क्या കഴിയുന്നുണ്ടോ? आज हम लोग आनंद से जी पा रहे हैं क्या? കർത്താവിനെ അധികം മഹത്വപ്പെടുത്താൻ കഴിയുന്നുണ്ടോ? प्रभु को और महिमा देने हो पा रहा है क्या? കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. प्रभु हम सबको सहायता करे। ഒരുപാട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹമുണ്ട്, और भी बातें बोलने का आग्रह है, എങ്കിലും ഇപ്പോൾ സമയം അനുവദിക്കുന്നില്ല. लेकिन समय रोक रहा है, इसीलिए അതുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. इसलिए मैं इधर रोक रहा हूँ। അപ്പോൾ നമ്മുടെ ശത്രുക്കളെ നമ്മൾ തിരിച്ചറിയണം. इसलिए हमारा शत्रु कौन है हमें पहचानना है। ലോകം, ജഡം, പിശാച്, संसार, शरीर और शैतान, ഇതിലൂടെയൊക്കെ ഉണ്ടാകുന്ന നമ്മുടെ ആത്മീയ മുന്നേറ്റത്തിന്റെ തടസ്സങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. ये सब बातों से हमारे आत्मिक जीवन में जो रुकावट आ सकता है वो बात को मैं बताना चाहता हूँ। അതിൽ ചില കാര്യങ്ങൾ മാത്രമാണ് ചിന്തിച്ചത്. उसमें से कुछ बातें ही हमने देखा। ഇനിയും ആത്മാവ് പ്രകാശിപ്പിക്കുന്നതനുസരിച്ച് നിങ്ങളോട് പങ്കുവയ്ക്കാം. अभी भी आगे भी आत्मा जितना प्रकटीकरण देता है उसके हिसाब से मैं बताऊंगा। നമുക്ക് പ്രാർത്ഥന കൂടി ആയിരിക്കാം. हम लोग प्रार्थना पूर्वक रहे। കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. प्रभु हम सबको आशीष करे। കർത്താവിന്റെ കൃപ നിങ്ങളെല്ലാവർക്കും. प्रभु का अनुग्रह हम सब में बना रहे। प्रेज लॉर्ड।